നമസ്കാരം. പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പോലീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് രാഹുലിൻ്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും പോലീസ് ഇത്രയധികം ശ്രദ്ധയോടുകൂടി അന്വേഷിച്ച് നടക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉന്നത കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം തന്നെയാണ്. ഒരുപക്ഷെ രാഹുലിൻ്റെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതിന് ശേഷവും കോൺഗ്രസ് നേതാക്കളുമായി രാഹുൽ നിരന്തരമായി ചാറ്റ് ചെയ്യുകയും അതല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് എങ്കിൽ പോലും ഇപ്പോഴും രാഹുലിന് പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായും വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം പുറത്തെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പരമാവധി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കോൺഗ്രസ് നേതാക്കളെ നാറ്റിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ വളരെ കൂളായിട്ടാണ് ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. വളരെ അക്ഷോഭ്യനായി പോലീസ് തന്നെ ഓരോ സ്ഥലത്തും പരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ സാധാരണഗതിയിൽ പല നേതാക്കൾ പോലും അമ്പരപ്പും ഞെട്ടലും മുഖത്ത് വിഷമവും കാണിക്കുമ്പോൾ രാഹുൽ വളരെ കൂളായിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണെന്നാണ് പോലീസ് ഇപ്പോഴും അത്ഭുതപ്പെടുന്നത്. ഒരുപക്ഷെ തന്നിലേക്ക് അന്വേഷണം കൂടുതൽ നീളുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പല പ്രമുഖരായ നേതാക്കളും ഇതിൽ കുടുങ്ങിപ്പോകും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വെല്ലുവിളിക്കുന്ന തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കൾ പോലും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദാംശങ്ങൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ കേസിലെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. നാളെ വൈകുന്നേരം വരെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാളെ അതിനു മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുലിനെ തിരികെ കോടതി മുമ്പാകെ ഹാജരാക്കുക എന്നുള്ളതുണ്ട്, നാളെ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഹോട്ടൽ മുറിയിലേക്ക് രാഹുലിനെ കൊണ്ടുപോയി വീണ്ടും തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടില്ല. അതുകൂടാതെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന വീട്ടിൽ ഫ്ലാറ്റിൽ വീണ്ടും അന്വേഷണത്തിനായി പോകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരമാവധി ഈ തെളിവെടുപ്പിൻ്റെ പേരിൽ പുറത്ത് കൊണ്ടുവന്ന് DFIക്കാരോട് പ്രതിഷേധങ്ങൾ കൂക്കുവിളിയൊക്കെ നടത്തി നാണക്കേടുണ്ടാക്കി വയ്ക്കുക എന്നുള്ളതും CPMൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം CPMലെ 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ട ഒരു സംഭവമൊക്കെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് പരമാവധി രാഹുലിൻ്റെ സംഭവം കത്തിച്ച് നിർത്താൻ തന്നെയാണ് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് CPM. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ തന്നെ വലിയ ആഘോഷപരമായ രീതിയിൽ DFIക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാനെത്തുന്നതും ചീമുട്ട എറിയുന്നതും അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നതും കൂക്കുളി നടത്തുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ലൈവായി കൊടുക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു നന്നായി ആളുകൾ കാണുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഈ അതിരാവിലെ മുതൽ തന്നെ ഈ കോൺവോയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനത്തിൻ്റെ കൂടെ അവിടെ എത്തുകയും ലൈവ് സംപ്രേഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എങ്ങനെയെങ്കിലും ഈ നിലവിലുള്ള നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു തെളിവെടുപ്പിനായി ഇപ്പോൾ പരസ്യമായി പലയിടത്തും കൊണ്ടു നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത കോൺഗ്രസ് നേതാക്കളെ ഈ കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി രാഹുൽ സംസാരിച്ചിരുന്നു, ചാറ്റ് ചെയ്തിരുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പ്രധാനമായിട്ട് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെ രക്ഷപ്പെടാൻ ഒളിവിലിരുന്ന സമയത്ത് ആരെങ്കിലും സഹായിച്ചിരുന്നു, കോൺഗ്രസ് നേതാക്കൾ സഹായിച്ചിരുന്നു, അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഈ വിഷയം സ്ത്രീപീഡനമായതുകൊണ്ട് തന്നെ ബലാത്സംഗമായതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഉന്നത ഇടപെടൽ കൂടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ രാഹുലിനെ രക്ഷിക്കാൻ പാർട്ടി തലത്തിൽ നിന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നിന്ന് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇപ്പോൾ അവർ പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും രാഹുലാകട്ടെ ഇനിയും തൻ്റെ ലാപ്ടോപ്പ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ മൊബൈലിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സൈബർ വിങ്ങിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് ഈ മൊബൈൽ ഫോണൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുകയും അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാനൊക്കെ കഴിയുമെങ്കിൽ പോലും ലാപ്ടോപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നേരത്തെ CPMനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പലതും ചൂണ്ടിക്കാട്ടുന്നത് ഈ ലാപ്ടോപ്പിലും മറ്റും ഈ അതിജീവിതകളുടെ ഒരുപക്ഷെ മോശമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, അത് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ അതൊക്കെ പരിശോധിക്കാൻ കൂടെ വേണ്ടിയായിരിക്കാം ഇപ്പോൾ പോലീസ് ശ്രമം നടത്തുന്നത്. കാരണം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPMനെ സംബന്ധിച്ച് അവർക്കൊരു പെണ്ണ് കേസ് ആവശ്യമുണ്ട് എതിരാളികളെ തറപറ്റിക്കുന്നതിന് വേണ്ടി. ഇക്കുറിയും അവർക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിന് ഇനി 3-4 മാസം ബാക്കിയുണ്ട് എന്നുള്ള ഒരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളം മുഴുവൻ കൊണ്ട് നടന്ന് പരമാവധി നാറ്റിക്കുക, അതിലൂടെ കോൺഗ്രസിനും UDFനും പരമാവധി ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്
പോലീസിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് CPM-ൻ്റെയും മുഖ്യമന്ത്രി ഓഫീസിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളുണ്ടായിരിക്കാം. കൂടാതെ കോൺഗ്രസ് നേതാക്കളുമായുള്ള രാഹുലിൻ്റെ ഇപ്പോഴുമുള്ള തുടരുന്ന ബന്ധവും ഒരുപക്ഷെ അവർ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് വേണം കരുതാൻ.